1000-ഓളം ക്ഷേത്രങ്ങളുള്ള തമിഴ്നാടിൻ്റെ ചരിത്രപ്രധാനമായിട്ടുള്ള നഗരം കാഞ്ചീപുരം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് നാൾക്ക് ശേഷം ഒന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്, കാഞ്ചീപുരം. ചെന്നൈയിൽ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കാഞ്ചീപുരം എത്താൻ പറ്റും. റോഡൊക്കെ വളരെ സ്മൂത്താണ്, ട്രാഫിക്കും കുറവാണ്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ 2 മണിക്കൂർ ആയപ്പോഴത്തേക്കും കാഞ്ചീപുരം നഗരത്തിലെത്തിയിട്ടുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ നല്ല റിവ്യൂസുള്ളൊരു ഹോട്ടൽ തേടി പോയതാണ്. ഈ ഒരു കുത്തനെയുള്ളൊരു ഇറക്കുണ്ടല്ലോ, അങ്ങോട്ടേക്ക് കാറ് കയറ്റി. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് അവിടെ ഫുൾ ബൈക്ക് പാർക്കിംഗ് ആയിരുന്നു. തിരിച്ചു കയറ്റാൻ നല്ല പാടുപെട്ടു, ആകെ പേടിച്ചു പോയി. അങ്ങനെ ഒരുപാട് ക്യൂ നിന്നിട്ട് ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. നല്ല റിവ്യൂസുള്ള ഹോട്ടലാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓണറും സ്റ്റാഫും, രുചികരമായ ഭക്ഷണവും, അഫോർഡബിൾ ആയിട്ടുള്ള ബില്ലും, പിന്നെ എന്ത് വേണം അല്ലേ. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എണ്ണമറ്റ വിഷ്ണു ക്ഷേത്രങ്ങളുള്ള ഒരു നഗരം കൂടിയാണ് കാഞ്ചീപുരം. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പഴക്കം ചെന്നതിൽ 2ാമത്തതുമായിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീ വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രം. വിഷ്ണു ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി പ്രസാദമൊക്കെ വാങ്ങിച്ചു. പ്രദക്ഷിണം വയ്ക്കാൻ ഒരുങ്ങിയപ്പോൾ അട്ടസാറിനെ കണ്ടു. അട്ടസാർ അതിൻ്റെ വഴിക്ക് പോയി. ഞങ്ങൾ പ്രദക്ഷിണം തുടർന്നു. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ആദ്യകാല മാതൃകയാണ്. 2 നിലകളായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ നിലയിലേക്ക് ഏകാദശി ദിവസം മാത്രമേ ഭക്തർക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. 2ാം നിലയിൽ പ്രവേശനാനുമതി തീരെയില്ല. ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ ഒരു പീസ് ഓഫ് മൈൻഡാണ്. അതിവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു അമ്പലത്തിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ബാങ്കുവിളിയാണ്. അങ്ങനെ ക്ഷേത്രമെല്ലാം ചുറ്റിക്കറങ്ങി വളരെ സമാധാനത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. ഇനിയും ഞാനിവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബെയർ ഫുട്ടിലാണ് കേട്ടോ റോട്ടിൽ കൂടെ ഒക്കെ നടന്നത്. അതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. 2ാമത് ഞങ്ങൾ പോയത് കാഞ്ചീപുരത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറെ ചൈത്ര പ്രാധാന്യവുമായിട്ടുള്ള കൈലാസനാഥർ ക്ഷേത്രത്തിലാണ്. 7ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 8ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമുള്ള തമിഴ് പാരമ്പര്യത്തിൻ്റെ ഭാരതീയ നിർമ്മിതികളിലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൊത്തുപണികളാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രധാന ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ 58 മണ്ഡപങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ശിവപാർവതിമാരുടെ വ്യത്യസ്ത രൂപങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. പിന്നെ പുരാതന കാലത്ത് എന്തൊക്കെയോ ഒരു കമ്മ്യൂണിക്കേഷൻ കോഡും അവിടെ ഉണ്ട് കേട്ടോ. അത് ഡീകോഡ് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പാലി ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇനി പ്രധാന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മോക്ഷ പാത്ത് അല്ലെങ്കിൽ മോക്ഷ പാസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇടുങ്ങിയ പാസേജാണ്. അതുവഴി ക്രോൾ ചെയ്ത് വേണം പോകാൻ. ഇനി ആ പാസേജ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ മോക്ഷം ലഭിക്കുമെന്നും റീബർത്ത് എന്നൊരു ഐതിഹ്യമാണ് ഇതിന് പിന്നിലുള്ളത്. എന്തായാലും ഹൈലി ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള എനിക്ക് ആ ഒരു ഇടുങ്ങിയ പാസേജിൽ കൂടെ പോകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞങ്ങൾ ദർശനം നടത്തിയില്ല. പുറമേ കാണാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരുപാട് പേർ ഇവിടെ വിസിറ്റിന് വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് കൈലാസനാഥർ ക്ഷേത്രം. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രം കൂടിയായിരുന്നു ഏകാംബര ക്ഷേത്രം. അത് ഞങ്ങൾ ഇപ്രാവശ്യം കണ്ടില്ല. അത് സത്യം പറഞ്ഞാൽ മിസ്സായിപ്പോയൊരു കാര്യമാണ്. ഒരുപാട് ലേറ്റായി പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തിലോട്ടാണ്. അതും ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശക്തിസം ഫോളോ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ് കാമാക്ഷി അമ്മൻ ടെമ്പിൾ. ഒരുപാട് നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് പ്രധാന അമ്പലത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മെയിൻ എൻട്രൻസ് വരെ മാത്രമേ ക്യാമറ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ കൊണ്ട് പോകുകയാണെങ്കിൽ അവരവിടെ പിടിച്ചു വെക്കും. വളരെ തിരക്ക് പിടിച്ച ഒരു അമ്പലം കൂടിയാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കുറച്ച് എന്താ പറയുക, ഒരു തിരക്കുള്ള ഒരു അമ്പലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ഒരു പീസ് ഓഫ് മൈൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ അമ്പലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ തൊഴുത് ഇറങ്ങി. ഇനി കാഞ്ചീപുരത്തെത്തിയ പട്ട് കാണാതെ തിരിച്ചു പോകാൻ പറ്റുമോ? വളരെ മോശമല്ലേ അത്. അപ്പോൾ ഞങ്ങൾ കാഞ്ചീപുരം സാരി തപ്പി ഇറങ്ങുകയാണ്. ഹോൾസെയിൽ കടയിലോട്ടാണ് കേട്ടോ പോയത്. എ സിൽക്ക് എന്ന് പറഞ്ഞൊരു ഹോൾസെയിൽ കടയിലോട്ടാണ് പോയത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു
തുണി വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് സാരി എല്ലാം നോക്കിയത്. പേഴ്സണലി ഞാൻ സാരി അത്ര ഉടുക്കുന്ന ആളൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും സാരി കണ്ടപ്പോൾ ഒരു രസം. അങ്ങനെ കുറേ സാരികളൊക്കെ എടുത്ത് കാണിച്ചു. പക്ഷേ എൻ്റെ മൈൻഡിന് ഇഷ്ടപ്പെടുന്ന സാരികളൊന്നും അങ്ങനെ കണ്ടില്ല. എനിക്കിഷ്ടപ്പെട്ട സാരികളൊക്കെ കണ്ടുപിടിക്കുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. എനിക്കൊട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യമാണ് കേട്ടോ സാരി ഉടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ സാരി ഉടുത്തിട്ടുള്ളൂ. ഒരു വിരലിലെണ്ണാവുന്ന തവണ മാത്രമേ ഞാൻ സാരി ഉടുത്തിട്ടുള്ളൂ. പക്ഷേ എന്തായാലും കാഞ്ചീപുരം ബ്ലോഗ് കാഞ്ചീപുരം സിൽക്ക് ഇല്ലാണ്ട് കംപ്ലീറ്റ് ആവില്ലല്ലോ അല്ലേ. അങ്ങനെ ഒരുപാട് സാരികളൊന്നും ഞാൻ അവരെ കൊണ്ടൊന്നും എടുപ്പിച്ചില്ല കേട്ടോ. കാരണം എത്ര സാരി എടുത്തിട്ടും എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. അവസാനം ഞാൻ അവർക്ക് കളർ പറഞ്ഞു കൊടുത്തു. എനിക്ക് യെല്ലോ വിത്ത് ഗ്രീൻ ബോർഡർ വരുന്ന ഏതെങ്കിലും ഒരു സാരി കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് അവരൊരു സാരി കാണിച്ചു തന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആ സാരി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഈ വീഡിയോ കാണുന്ന സാരിയാണ് കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1100 രൂപയാണ് ഈ സാരിയുടെ വില. ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്കിവിടെ നിന്ന് സാരി കിട്ടും. ആക്ച്വലി ഞങ്ങൾ SS സിൽക്ക് എന്ന് പറഞ്ഞൊരു കട തപ്പി ഇറങ്ങിയതാണ്. പക്ഷേ SS സിൽക്ക് ഒന്ന് മിസ്സായി കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു കട കണ്ടത്. ഈ കടയുടെ പേര് AS സിൽക്ക് എന്നാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫും ആൾക്കാരും എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കവിടെ കയറാതിരിക്കാൻ ഒരു ഹെസിറ്റേഷനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു സാരി എടുത്താലും ഓക്കെയാണ്, അവർ കൂടുതൽ എടുക്കാൻ അങ്ങനെ ഫോഴ്സ് ഒന്നും ചെയ്യത്തില്ല. ഒരു പ്രോഡക്റ്റ് എടുത്താൽ തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഞാനെടുത്ത സാരി അവർ എൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒന്ന് തുറന്ന് കാണിച്ചു തരാണ്. കംപ്ലീറ്റ് അയച്ചിട്ടില്ല, പക്ഷേ എന്നാലും അതിൻ്റെ ബോർഡറും അതിൻ്റെ അകത്തെ ബ്ലൗസും ഒക്കെ എങ്ങനെ വരുമെന്ന് അവർ കാണിച്ചു തന്നു. അപ്പോൾ സാരി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സാരിയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചത്. എന്തായാലും അവിടുന്ന് വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. ഭർത്താവിൻ്റെ കാശ് അധികം പൊട്ടിച്ച് കളഞ്ഞിട്ടില്ല. 1200 രൂപ മാത്രമേ ഇതിനുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സമാധാനം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഹാപ്പി ഷോപ്പിങ്ങുമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നല്ല ടയേർഡായിരുന്നു. എന്തായാലും വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ശ്രീ.